ടൊവിനോ തോമസ് നായകനാകുന്ന പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ചെറിയൊരു വീഡിയോ ഒരു അപ്ഡേറ്റും പുറത്ത് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോയ്ക്ക് അത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിലീസ് ഡേറ്റ് ആണ് അവർ മെയിനായിട്ട് എയിം ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഒരു നൈസായിട്ടുള്ളൊരു BGM കാര്യങ്ങളിലും ഒക്കെ ഇട്ട് ടൊവിനോയുടെ ഒരു ലുക്ക് ചെറുതായിട്ടൊന്ന് റിവീൽ ചെയ്യുന്ന രീതിക്കത്തെ ഒരു സാധനമാണ് വന്നിരിക്കുന്നത്. സത്യം പറയാൻ ഉറപ്പായിട്ടൊരു പക്ക മാസ് സാധനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 9 ഈ ഒരു സിനിമ റിലീസാകുന്നത്. പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ടെന്ന് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഒഫീഷ്യലായിട്ട് തന്നെ അത് സംഭവം ഉണ്ട്. പൃഥ്വിരാജ് ഒരു സിനിമയിൽ നല്ലൊരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ടെന്നുള്ള സംഭവം നമ്മൾ അറിഞ്ഞ കാര്യമാണ്. പുള്ളി അതിൻ്റേതായിട്ടുള്ള ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെയുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ കുറച്ച് നാൾ മുമ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സിനിമ ഒരു കിടിലം പടമായിരിക്കും. ഡിജോ ജോസ് ആൻ്റണിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. നമുക്ക് ഡിജോ ജോസ് ആൻ്റണിയെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നൊരു ഡയറക്ടറാണ്. ക്യൂൻ, അതുപോലെ തന്നെ ജനഗണമന, പിന്നെ മലയാളി ഫ്രം ഇന്ത്യ, ഇതുപോലത്തെ 3 സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനാണ്. ഒരു അടിപൊളി സംവിധായകനാണ്. നല്ല രീതിക്ക് ഒരു കഥയൊക്കെ എഴുതി ചെയ്യാൻ പറ്റിയ ഒരു ഡയറക്ടർ തന്നെയാണ്. ലാസ്റ്റിലത്തെ ആ ഒരു പടം മാത്രമേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് കയ്യിൽ നിന്ന് പോയത്. ബാക്കി 2 പടങ്ങളും അടിപൊളി പടങ്ങളാണ്. നല്ല രീതിക്ക് തന്നെ ഒരു പൊളിറ്റിക്സും ഒക്കെ ഒരു കറക്റ്റായിട്ട് ലെവലിൽ പറയുന്നൊരു ഡയറക്ടർ തന്നെയാണ്. എന്തായാലും ഈ ഒരു പടം പക്ക മാസമായിട്ടുള്ളൊരു പടം തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ടൊവിനോയും പൃഥ്വിരാജും ആണെങ്കിൽ കിട്ടില്ലാനായിട്ട് ആ ഒരു കോംബോ വർക്കാവുമെന്ന് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ടൊവിനോയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ കാണാമെന്നുള്ളൊരു ആഗ്രഹവും മനസ്സിൽ കിടപ്പുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ ഏപ്രിൽ 9 തിയേറ്ററിൽ വരികയാണ്. ആരൊക്കെയാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും ആരൊക്കെ ഈ സിനിമ ഫസ്റ്റ് ഷോ കാണുമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.